പുറപ്പാട് അധ്യായം 18. ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ചെയ്തു നോക്കിയും യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിദ്യാന്റെ പുരോഹിതനായ മോശയുടെ അമ്മായപ്പനായ യിത്രോ കേട്ടു. അപ്പോൾ മോശയുടെ അമ്മായപ്പനായ യിത്രോ മോശ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറയും അവളുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. ഞാൻ എൻ്റെ ദേശ പരദേശിയായെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവരെ ഒരുത്തിന് ഗർഷോൻ എന്ന് പേർ. എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായെന്ന് ഫറവോൻ്റെ വാളങ്കയിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് എലിയേസർ എന്ന് പേർ. എന്നാൽ മോശയുടെ അമ്മായപ്പനായ യിത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളയം ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കിൽ അവൻ്റെ അടുക്കൽ വന്നു. നിൻ്റെ അമ്മായപ്പൻ യിത്രോ എന്ന ഞാനും നിൻ്റെ ഭാര്യയും നിൻ്റെ 2 പുത്രന്മാരും നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് അവൻ മോശയോട് പറയിച്ചു. മോശ തൻ്റെ അമ്മായപ്പനെതിരെ അല്പം ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു. മോശ തൻ്റെ അമ്മായപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും മിസ്രയീമ്യരോടും ചെയ്തു നോക്കുകയും വഴി തങ്ങൾക്ക് നേരിട്ട് പ്രയാസമൊക്കെ യഹോവ തങ്ങൾ വിശ്വസിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. യഹോവ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും യിത്രോ സന്തോഷിച്ചു. യിത്രോ പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളെ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് മിസ്രയീമിൻ്റെ കൈക്കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അതേ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മായപ്പനായ യിത്രോ ദൈവത്തിന് ഹോമവും ഹന്യാവും കഴിച്ചു. അഹരോനും ഇസ്രായേൽമാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായപ്പനോടുകൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായവിധിപ്പായിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്ന നോക്കുകയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിക്കാൻ ചിന്തിക്കുകയും ജനം ഒക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്ന എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തങ്ങളുടെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിക്കാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീ നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായത് നിവർത്തിക്കാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കാം. ഞാൻ ഒരു ആലോചന പറഞ്ഞുതരാം. ദൈവം നിന്നോടുകൂടി ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധി ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധി കൊണ്ടുവരിക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തി അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം കൊടുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തെയും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെ അവർ നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെ അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പുറക്കാം. നീ ജനത്തിലൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാ. മോശ തൻ്റെ അമ്മായപ്പൻ്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞ പോലെയൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തെ തലവന്മാരാക്കി. അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിനുശേഷം മോശ തൻ്റെ അമ്മായപ്പനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി.